അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ വളരെ മഹത്തായിട്ടുള്ള ഒരു ദുആ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുആയിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും മരണപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. അള്ളാഹു തആല പറയുന്നത്, والذين يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അള്ളാഹു തആല പറയുന്നത്, ഈ ആയത്തിലൂടെ നമ്മോട് പരിചയപ്പെടുത്തുന്നത്, അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് അവർ ദുആ ചെയ്യുന്നത്? റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഈമാനോട് കൂടി മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൂർവികന്മാർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്നാണ് ഈ ദുആഇന്റെ ഒന്നാമത്തെ ഭാഗം. ഈ ദുആഇന്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത്, വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗല്ലൻ ലില്ലദീന ആമനു. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസികളായ ആളുകളോട് ഒരു വിദ്വേഷം ഉണ്ടാകുന്ന, അവരോട് പിണക്കമുണ്ടാകുന്ന, അവരോട് ശത്രുതാ മനോഭാവം ഉണ്ടാകുന്ന ഒരവസ്ഥ നീ ഞങ്ങളുടെ മനസ്സുകളിൽ ആക്കരുത് എന്ന് പറഞ്ഞിട്ട് റബ്ബന ഇന്നക റഊഫ് റഹീം, അല്ലാഹുവേ, നീ കൃപവാനും നീ കരുണവാനുമാണെന്ന് പറയുന്ന ഈ ഒരു ദുആ, ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആ വിശ്വാസികളുടെ ആ വിശ്വാസികളുടെ ബന്ധത്തെക്കുറിച്ചാണ് ഖുർആന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിച്ചിരിക്കുന്ന വിശ്വാസികളോട് തമ്മിൽ പിണക്കമില്ലാതെ ഇണക്കമായി ജീവിക്കുന്നതിനെ കുറിച്ചും, അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയാൽ ആ മരണത്തോടു കൂടി നമ്മുടെ ബന്ധം മുറിയുന്നില്ലെന്നും അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും വിശുദ്ധമായ ഖുർആന്റെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.